ആളുകൾ ഓരോന്ന് ചോദിക്കുമ്പോഴേ തല താഴ്ത്തി നിൽക്കാനല്ലേ എല്ലാവർക്കും പറ്റൂ. ഞാൻ ഇതുവരെ നിങ്ങളോട് ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ. ഇന്നിപ്പോ ഒരു കാര്യം ഞാൻ നിങ്ങളോട് ചോദിക്കാം. അവരെ തിരിച്ചു വിളിക്കണം. എന്തിന്? ഇത്രയ്ക്ക് പ്രശ്നങ്ങൾ അവരുണ്ടാക്കിയിട്ടും മതിയേലേക്കാതെ തനിക്ക് തിരിച്ചു വിളിച്ച് കൂടെ നിർത്താനായിട്ട് എന്ത് യോഗ്യത അവർക്കുള്ളത്? നവീൻ, യോഗ്യതയും യോഗ്യതക്കുറവും ഒക്കെ അവിടെ നിൽക്കട്ടെ. കീർത്തി എന്നെപ്പോലൊരു പെൺകുട്ടിയല്ലേ? അവളെയും കൊണ്ട് ഈ പാതിരാത്രിയില് ആ അച്ഛനും അമ്മയും എവിടെ പോവും? കീർത്തി അത്ര അഹമ്മതി പിടിച്ച പെൺകുട്ടിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. അമ്മായി പറയുന്നതൊക്കെ അവള് കേൾക്കുന്നുണ്ട്, അനുസരിക്കുന്നുണ്ട്. അല്ലാതെ അവളുടെ ഉള്ളില് അമ്മായിയുടെ അത്ര പകയൊന്നുമില്ല. എടോ, അച്ഛനും അമ്മയും മുത്തശ്ശിയും കൂടെ ഒരു തീരുമാനം എടുത്തു. അത് താനായിട്ട് ഇനി ചോദ്യം ചെയ്യണ്ട. ഇതൊന്നും ഞാനായിട്ട് ചോദ്യം ചെയ്യുന്നതൊന്നുമല്ല. ഞാനായിട്ട് കൈകൂപ്പി അപേക്ഷിക്കാം. ഒരവസരം കൂടി അവർക്ക് കൊടുക്കൂ, എനിക്ക് വേണ്ടിയിട്ട്. എന്താ നന്ദ വേണ്ടത്? അച്ഛാ, അച്ഛന്റെ സ്വന്തം പെങ്ങളല്ലേ, മനസ്സ് തിരുത്തി അവരകത്തേക്ക് കയറിയാലോ? അതെ അമ്മേ, ഒന്ന് സമ്മതിക്കമ്മേ. നവീൻ, കാതമോൾ ഇവിടെ വന്ന ശേഷം ആദ്യമായിട്ട് പറഞ്ഞൊരു കാര്യമാണ്, ഈ കുടുംബത്തിന് വേണ്ടി വ്രതമെടുക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു കുട്ടി ആ വ്രതത്തിനിടയിൽ ആവശ്യപ്പെട്ടൊരു കാര്യം. അങ്ങനെയാ ഞാനിതിനെ കാണുന്നേ. ആരാന്ന് വെച്ചാല് പോയി അവരെ വിളിച്ചോണ്ട് വാ. ശരി, ഞാൻ തന്നെ പോയി വിളിച്ചോണ്ട് വരാം മുത്തശ്ശി.